ഇതുവരെ വേനൽ മഴയ്ക്ക് ശേഷം മറ്റേതോ ഒരു മഴ പെയ്തു, പിന്നെ അത് കാലവർഷം. ഇന്നലെ വൈകി കാലവർഷം നമുക്ക് ലഭ്യമായി തുടങ്ങി. എത്രത്തോളമാണ് കാലവർഷം എന്നത് നമുക്കറിയാം. ശക്തമാവുകയാണ് കേരളത്തിൽ. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് കേട്ടോ. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് ഇന്ന് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. നമുക്ക് എവിടെയൊക്കെയാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. യെല്ലോ അലേർട്ട് ഉള്ളത് വളരെ കുറച്ച് ജില്ലകളിൽ മാത്രമാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ ഇന്ന് എറണാകുളം മുതൽ കാസർഗോഡ് വരെയാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി അവിടെയൊക്കെ യെല്ലോ അലേർട്ടും മറ്റിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. പക്ഷേ വലിയ മുന്നറിയിപ്പ് തന്നെയാണ് അത്. യെല്ലോ അലേർട്ടല്ലേ, സാരമില്ല എന്ന് കരുതരുത്. ജാഗ്രത പാലിക്കുക. ജാഗ്രതാ നിർദ്ദേശങ്ങൾ മലയോര മേഖലകളിലുള്ളവരും തീരദേശത്തുള്ളവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. 10 വരെ അതിശക്ത മഴ തുടരും എന്നാണ് പ്രവചനം ഇപ്പോൾ നിലവിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് നോക്കാം. നമുക്ക് രാഹുൽ ജി നാഥും ശ്യാം പ്രസാദ് ഉത്തമനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം രാഹുൽ ജി നാഥിലേക്ക്. രാഹുൽ, ഗുഡ് മോർണിംഗ്. മഴ എങ്ങനെയാണ് തെക്കൻ കേരളത്തെ ബാധിച്ചിട്ടുള്ളത്? യെല്ലോ അലേർട്ടാണ് തെക്കൻ കേരളത്തിൽ ഉള്ളത്. ഇനി അടുത്ത 10 വരെ മഴ തുടരുമെന്നാണല്ലോ. ഗുഡ് മോർണിംഗ്. എന്തായാലും കാലവർഷം എത്തി. എന്തായാലും തെക്കൻ ജില്ലകളിൽ ഇടവിട്ട് ശക്തിയായ മഴയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഏത് സമയത്ത് മഴ പെയ്യും എന്ന് പറയാൻ കഴിയുന്നില്ല. കൃത്യമായ ഇടവേളകളുണ്ട്. എന്നാലും കൊടയെടുക്കാതെ അല്ലെങ്കിൽ ജാഗ്രത എടുക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് തെക്കൻ കേരളത്തിലുള്ളത്. അപ്പോൾ അലർട്ടുകളിലേക്ക് വന്നാൽ മോദി സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ തെക്കൻ കേരളത്തിൽ യെല്ലോ അലർട്ടാണുള്ളത്. എന്നാൽ വടക്കൻ കേരളത്തിലേക്കാണ് ഇത്തരത്തിൽ റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രതകൾ എടുക്കേണ്ട ഓറഞ്ച് അലർട്ട് ഉള്ളത്. അത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയാണ്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എപ്പോഴും കാറ്റും ഉണ്ടാകും മഴയ്ക്കൊപ്പം. ആ കാറ്റാണ് എപ്പോഴും അപകടം സൃഷ്ടിക്കുന്നത്. മരം കടപുഴകി വീഴുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കാട്ടാക്കടയിലും ഇത്തരത്തിലൊരു നാശനഷ്ടം കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കാട്ടാക്കടയിൽ വൃദ്ധദമ്പതികൾ താമസിച്ചിരുന്ന വീടിന്റെ മേൽക്കൂര തകർന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നു. അതിനുശേഷം ആ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ എന്തായാലും മഴയിൽ അത്തരത്തിലുള്ള നാശനഷ്ടം കാട്ടാക്കടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊപ്പം ഈ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുമ്പോഴും മഴ ചാറി നിൽപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ശക്തി കൂടിയും കുറഞ്ഞും വരും. ഇടവേളകളിൽ അതിശക്തമായ മഴ വരുന്നുണ്ട്. ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശമുണ്ട്. ഒപ്പം തീരപ്രദേശങ്ങളിൽ ഈ വലിയ കാറ്റിന് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എന്നാൽ 10-ാം തീയതി വരെ മഴയുണ്ടാകും, മഴയുടെ സാന്നിധ്യം ഉണ്ടാകും. അത് എന്തായാലും വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. അപ്പോൾ എന്തായാലും റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രതയാണ് അവിടെ വേണ്ടത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ശരി രാഹുൽ, അതുപോലെ മറ്റൊന്ന്, കാട്ടാക്കടയിൽ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്ന വീട് തകർന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രതികരണം നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം, പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. എന്നിട്ട് ഞാൻ രാഹുലിലേക്ക് വരാം. രാത്രി 12 മണിയായി. ആരും വന്നില്ല. മുമ്പറവാനും വന്നില്ല, ഒന്നും വന്നില്ല. ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ എങ്ങനെയുണ്ട്? കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കൂ ശ്യാം. മോത്തി, ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ്. ഇന്നലെ പകലൊക്കെ ഒന്നിടവിട്ട മഴയായിരുന്നുവെങ്കിലും രാത്രിയിൽ അതിശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ നല്ല രീതിയിലുള്ള ഇടിവെട്ടും ഉണ്ടായിരുന്നു. കാറ്റും അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിലായിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാം, ദൃശ്യങ്ങളിലൊക്കെ കാണാം, നല്ല മഴയുണ്ട്. രാവിലെയൊക്കെ പുലർച്ചെയൊക്കെ അതിശക്തമായ മഴയാണ്. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. ഏകദേശം ഈ മാസം 10 വരെ ഓറഞ്ച് അലർട്ടും അതിശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എന്തായാലും ഒരു വേനലിന് ശേഷം ഒരു മഴ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ മഴ വലിയ രീതിയിലേക്ക് തുടർന്നാൽ അതും വലിയ പ്രശ്നങ്ങളിലേക്ക് ബാധിക്കും. നിലവിലിപ്പോൾ ചെറിയ ഇടങ്ങളിലും മറ്റുമൊക്കെ വെള്ളക്കെട്ടും മറ്റുമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, മെട്രോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പലവട്ടം മേഖലയിലൊക്കെ മെട്രോ നിർമ്മാണത്തിന്റെയൊക്കെ ആ ഒരു 40% പൂർത്തിയായ ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഈ മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഈ കുഴികളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അപകടങ്ങൾക്കും മറ്റുമൊക്കെ വലിയ സാധ്യതകളും മറ്റെയാണ് ഉള്ളത്. ഏതായാലും നിലവിൽ നേരത്തെ തന്നെ കോർപ്പറേഷനും മറ്റുമൊക്കെ ഈ വിവിധ ഇടങ്ങളിലായിട്ട് ഈ
മോട്ടറുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളം കെട്ടുന്ന ഇടങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ ആ മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് വെള്ളം നീക്കുന്ന ഒരു നടപടി നേരത്തെ തന്നെ തുടങ്ങിയതാണ്. അതിപ്പോഴും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ കാര്യമായ രീതിയിൽ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. രാവിലെ തന്നെ മഴ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കുടയെടുക്കാതെ ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്.